പിതാവ് വിദേശത്ത് സാമ്പത്തിക പ്രതിസന്ധിയിൽ, നാട്ടിൽ കുടുംബം കടബാധ്യതയിൽ, ഉമ്മയുടെ ചികിത്സാ ചെലവ്, സഹോദരന്റെ വിദ്യാഭ്യാസ ചെലവ്, നിത്യചെലവുകൾക്ക് ബുദ്ധിമുട്ട്, ജോലിയില്ല, വരുമാനമില്ല, ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ ജീവിതത്തിൽ ഒപ്പം കൂട്ടുന്നതിലും പ്രതിസന്ധി. എല്ലാം കൂടി അഫാനിലുണ്ടാക്കിയത് കൊടിയ നിരാശ. ഇതിനിടയിൽ കൂട്ടാത്മഹത്യ ചെയ്യാമെന്ന ഉമ്മയുടെ ആലോചന. ഇതെല്ലാം കൂടി ചേർന്നാണ് അർഫാനെ കൂട്ടക്കൊലപാതകത്തിന് പ്രേരിപ്പിച്ചതെന്നാണ് പോലീസിന്റെ ഇപ്പോഴത്തെ നിഗമനം. വ്യാഴാഴ്ച അഫാനും ഫർസാനെയും സ്വർണം പണയം വെച്ചത് കടബാധ്യതകളിൽ ചിലത് തീർക്കാനാണെന്നും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. കൃത്യമായ ആസൂത്രണത്തോടെയാണ് കൊലപാതകങ്ങൾ ഓരോന്നും അഫാൻ നടപ്പാക്കിയതെന്നും പോലീസിന് വ്യക്തമായി. മരണത്തിനു തൊട്ടുമുൻപുള്ള ഫർസാനയുടെ ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. 3:15 ട്യൂഷനെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങി റോഡിലൂടെ നടന്നു പോകുന്ന ഫർസാനയുടെ ദൃശ്യങ്ങളാണിത്. ഫർസാന തൊട്ടടുത്ത ജംഗ്ഷനിൽ കാത്തുനിൽക്കുന്ന അഫാന് സമീപത്തേക്കാണ് പോകുന്നത്. അവിടെ നിന്ന് ബൈക്കിലാണ് ഇരുവരും അഫാന്റെ വീട്ടിലേക്ക് പോയത്. പിന്നീട് ഫർസാനയെ കൊലപ്പെടുത്തി. ഇതിന് തൊട്ടുമുൻപാണ് അഫാന്റെ സഹോദരൻ അഫ്സാൻ കുഴിമന്തി വാങ്ങാൻ വെഞ്ഞാറമൂട്ടിലേക്ക് ഓട്ടോറിക്ഷയിൽ പോയത്. അതിന്റെ ദൃശ്യങ്ങളും ഇന്നലെ പുറത്തു വന്നിരുന്നു. അതായത് ഫർസാനെ കൊലപ്പെടുത്താൻ വേണ്ടി സഹോദരനെ വീട്ടിൽ നിന്ന് തന്ത്രപൂർവ്വം മാറ്റി നിർത്തുകയായിരുന്നുവെന്ന് നിഗമനം. ഏറ്റവും ഒടുവിൽ അഫാൻ കൊലപ്പെടുത്തിയത് സഹോദരൻ അഫ്സാനെയാണ്. 4 പേരെ ആക്രമിച്ച ശേഷം അഫാൻ മദ്യപിച്ചിരുന്നതായി പോലീസ് സംശയിക്കുന്നുണ്ട്. ഫർസാനെ കാണുന്നതിന് തൊട്ടുമുൻപ് 10 മിനിറ്റ് ബാറിൽ ചെലവഴിച്ചെന്നാണ് നിഗമനം. ബാറിൽ നിന്ന് മദ്യം വാങ്ങി വീട്ടിൽ പോയി വിഷം കലർത്തി കഴിച്ചുവെന്നാണ് സംശയം. കൊലപാതകങ്ങളിലേക്ക് അഫാനെ വഴിതിരിച്ചുവിട്ട കാര്യങ്ങളിൽ വ്യക്തത വരുത്താൻ ചികിത്സയിൽ കഴിയുന്ന ഉമ്മ ക്ഷമിക്ക് കഴിയുമെന്നാണ്